ഞാൻ ഈ പെൻഷൻകാരോടെല്ലാം സമ്മേളനത്തിൽ പറയാറുണ്ട്. എന്താ പറയാറ് മാഷേ? നിങ്ങളെ പെൻഷന്റെ പൈസ ഉണ്ടല്ലോ, ആ മര്യാദയ്ക്ക് ഒരു കുപ്പായ ഇടൂല. അയ്യോ, ഞാൻ നല്ല കുപ്പായം തന്നെയാ മാഷ ഇടല്. ഇപ്പൊ പൊന്നാടി അണിയിച്ചത് അറ്റിയിട്ട് അവിടെ വെക്കൂ. അയ്യോ എന്റെ മാഷെ, ഞാൻ ഒരു കൂലിപ്പണിക്കാരനാ. എനിക്ക് ആരും പൊന്നാട തന്നിട്ടില്ല മാഷെ. ചില വീട്ടിലില്ലേ, എന്താണ് മാഷെ? ഈ പ്രൈസ് കിട്ടിയ പ്ലേറ്റും ഗ്ലാസും മറ്റേ കപ്പെല്ലാം ഉണ്ടാവും അലമാരയിൽ അട്ടി വെച്ചിട്ട്. അതെന്തിനാ മാഷെ? ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ കൊടുക്കാൻ വേണ്ടിട്ട്. എന്തെന്ന് കൊടുക്കാൻ വേണ്ടിട്ട്? ചായ കൊടുക്കാൻ വേണ്ടിട്ട്. ആ, അത് വാസ്തവം തന്നെയാ. എന്നിട്ട് നമ്മള് വീട്ടിൽ ആരാന്റെ വൃത്തികെട്ട പഴയ കുപ്പി പിന്നെ സ്റ്റീലിന്റെ ഗ്ലാസ് ചായ കുടിക്കും. എല്ലാ മാഷെ, ആരെങ്കിലും വന്നാൽ ചായ കൊടുക്കാൻ വേണ്ടിട്ടല്ലേ അതെല്ലാം വെച്ചിന്. ആരും വരാനില്ല മാഷെ. അത് വെച്ചത് പുറത്തുനിന്ന് വരുന്ന VIP കൊടുക്കാൻ വേണ്ടിട്ടാ മാഷെ. നിങ്ങളുടെ വീട്ടിലെ VIP നിങ്ങളാ മാഷെ, ഒന്നും കൂടി പറയുക. നിങ്ങളുടെ വീട്ടിലെ VIP നിങ്ങളാ. അയ്യോ, ഇത് എനക്കും എന്റെ ഭാര്യക്കും അറിഞ്ഞൂടേനു മാഷെ. അവിടത്തെ ഏറ്റവും നല്ല പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുക. ശരി മാഷെ. ഏറ്റവും നല്ല വസ്ത്രങ്ങൾ വീട്ടിലിരുന്നാലും. ഓക്കെ മാഷെ. വേടിയും പോകുന്നുണ്ടെങ്കിൽ മാത്രം ഇടേണ്ടതാണോ നല്ല ഡ്രസ്സ്? തീർച്ചയായിട്ടും അല്ല മാഷെ. വീട്ടിലിരിക്കുമ്പോ പിന്നെ വീട്ടിൽ നിന്ന് എന്താ നല്ല ഇട്ടാല്? ഞാൻ നല്ല തന്നെയാ ഇടല്. എന്റെ നാട്ടില് മാലൂര് ഒരു കാതറാജി ഉണ്ട്, വലിയ ആരാണ് മാഷെ? കൊലപ്പാട്ടക്കാരനാ. മൈസൂർ കൊലേന്റെ പാട്ടക്കാരനാ മാഷെ? നേന്ത്രക്കൊലേന്റെ പാട്ടക്കാരൻ. ഓ, അത് ശരി. ആ, എന്നിട്ട് ഇയാൾ ഒരു ദിവസം കാഞ്ഞങ്ങാട് വെച്ച് കണ്ട്. അത് കൊല പാട്ടെടുക്കാൻ പോയതായിരിക്കും മാഷെ. കാതറാജി നോക്കുമ്പോ കംപ്ലീറ്റ് കറ പരങ്ങിയിട്ടുള്ള ഒരു ചാർട്ടും മുണ്ടും. ആ, അത് കൊല കൊത്തുമ്പോ ധരിച്ചിട്ടുണ്ടാവുമായിരിക്കും കറ. ഞാൻ ചോദിച്ചു, അല്ല കാതറാജിക്ക് നിങ്ങൾ എത്ര വലിയ പൈസക്കാരനാ, എന്നിട്ട് ഇങ്ങക്ക് മര്യാദയ്ക്ക് ഒരു ഷർട്ടും മുണ്ടും ഇട്ടൂടെ ഇങ്ങക്ക്? ആ, അന്നേരം കാതരാജിക്കാന്നാ പറഞ്ഞേ. അപ്പൊ കാതറാജിക്കാ പറയാ, ഞാൻ ഈടെ ആയിരിക്കാ മോനെ അറിയാവുക, ഈടെ ഞാൻ നല്ല ഇട്ടിട്ട് എന്താ കാര്യോ? ആ, അത് കാതരാജിക്കാ പറഞ്ഞ് കറക്റ്റ് തന്നെയല്ലേ. നല്ല ഇട്ടിട്ട് എന്താ കാര്യം? അന്നെ ഈടെ ആർക്കും അറിയാവോ? ഇല്ല. ആ, പിന്നെ എവിടെയാ കാതരാജിക്കാനെ കണ്ട്? ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോ കൂത്തുപറമ്പിൽ ഇതേ വസ്ത്രം ഇട്ടിട്ട്. ആ, കൂത്തുപറമ്പ് ഭാഗത്തും കുറെ നേന്ത്രക്കൊലയുണ്ട് മാഷെ, അവിടെ പോയതായിരിക്കും. ഞാൻ ചോദിച്ചു, അല്ല കാഞ്ഞങ്ങാടെന്ന് പറഞ്ഞു, നിങ്ങൾ ഈടെ ആയിരിക്കും അറിഞ്ഞൂടാ? ഈടെ ഇങ്ങക്ക് എല്ലാവർക്കും ഇങ്ങളെ അറിയില്ലേ, പിന്നെന്താ നിങ്ങൾ അത് തന്നെ ഇട്ട്? ആ, അന്നേരം കാതരാജിക്കാന്നാ പറഞ്ഞ മാഷെ. അന്നേരം അയാൾ പറയും, അതെ ഈടെ എന്നെ ആയിരിക്കും അറിഞ്ഞൂടാത്തത്, പിന്നെ ഈ കുപ്പായം കണ്ടിട്ട് തന്നെ ഈടെ എന്നെ ആയിരിക്കും അറിഞ്ഞൂടാത്തത്. നാട്ടില് ചിലവർ അങ്ങനെയാന്ന് മാഷെ. ആ, ബാക്കി പറ. ഇങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ കാട്ടാനല്ല. പിന്നെന്തിനാ മാഷെ? നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നത് നാട്ടുകാരെ കാണിക്കാനല്ല, എന്റെ സംതൃപ്തിക്കാൻ. ആ, ഇത് 100% ശരിയാണ് മാഷെ. നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ? ആ, ഉണ്ട് മാഷെ. നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ? ആ, ഉണ്ട് മാഷെ. അതുകൊണ്ട് നല്ലതെല്ലാം എടുത്തണിയുക. ഇതാ പെൻഷൻ വാങ്ങുന്നവരെല്ലാം ഒന്നും കൂടി കേട്ടോളണേ. അതുകൊണ്ട് നല്ലതെല്ലാം എടുത്തണിയുക. എല്ലാരും കേട്ടിനാ? ഇനി പറയൂലേ മാഷെ? 2 പ്രാവശ്യം പറയൂ. ആ മാഷെ, അടുത്തത് പണത്തെ പറ്റി പറ മാഷെ. പണം ഉപയോഗിച്ചിട്ട് ഫലപ്രദമായി എന്റെ അടുത്ത തലമുറക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കും, മര്യാദയ്ക്ക് ഒന്നും തിന്നാണ്ട്. മാഷെ, ഞാൻ നല്ലോണം തിന്നുന്നുണ്ട് മാഷെ. അടുത്ത തലമുറയ്ക്ക് ചേർത്ത് വെക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല. കൂലിപ്പണിയിൽ കിട്ടുന്ന പൈസ ചേർത്ത് വെക്കാനൊന്നും ആകുന്നില്ല മാഷെ. മര്യാദയ്ക്ക് ഒന്നും ചെലവാക്കാണ്ട് സൂക്ഷിച്ച് വെക്കും. എന്നിട്ടോ? ഞാൻ നല്ലോണം ചെലവാക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാപ്പാ? നിങ്ങൾ 5 ലക്ഷം ഉറുപ്പിയുണ്ട് എന്റെ അക്കൗണ്ടിൽ എന്നെല്ലാം പറഞ്ഞാൽ പിള്ളേർക്ക് മൂക്കിൽ വലിക്കാനില്ല. അത് എന്റെ മാഷ് കറക്റ്റായിട്ട് പറഞ്ഞു മാഷെ. നാട്ടിലൊരു ചൊല്ലില്ലേ, ഉറുമ്പ് അരിച്ചു കൊണ്ടുവച്ചത് കാക്കൊക്കെ ഒരു കോരലിനെ ഉള്ളൂ. ആ മാഷെ, ആ ചൊല്ലി ഞാനും കേട്ടിട്ടുണ്ട് മാഷെ. പിള്ളേർക്ക് കഴിഞ്ഞ ദിവസം ഇരുട്ടിന്നൊരു രക്ഷിതാവ് പറയാ, എന്നോട് മോൻ ചോദിക്കുക, എന്നാ മാഷെ ചോദിച്ച്? ലുലു മാളിൽ ടൂർ പോയിക്കോട്ടെ. അയ്യോ, പോയിക്കോട്ടെ അപ്പ. കുട്ടികൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ലുലു മാളെ കാണണമെന്ന്? ആയിക്കോട്ടെ, എത്ര പൈസ വേണ്ട? 1 ലക്ഷം ഉറുപ്പ്യ. എന്റെ അമ്മ, 1 ലക്ഷം ഉറുപ്പിയാ ലുലു മാളിൽ പോകാനാ? 1 ലക്ഷം ഉറുപ്പ്യ ടൂർ പോവാൻ? ഇപ്പൊ ഉള്ള പിള്ളേർക്ക് ഇതൊന്നും വലിയ പൈസ ഒന്നല്ല മാഷെ. നമ്മൾക്കെല്ലാം വലിയ പൈസ അല്ലേ ഇതല്ലോ? 1 ലക്ഷം ഉറുപ്പ്യ ഇല്ലാണ്ട് ആടെ പോയിട്ട് എന്തെന്ന് വാങ്ങാനാണ്? പിള്ളേർക്ക് ഇതൊന്നും വലിയ പൈസയല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നശിപ്പിക്കണോ എന്നാ പറയുന്നു മാഷെ? നശിപ്പിക്കണോന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ചെലവാക്കാതെ വെച്ചിട്ട് വെറുതെ ജന്മം നശിപ്പിക്കല്ല. ചെലവാക്കാൻ എന്തെങ്കിലും വേണ്ടേ മാഷെ കയ്യില്? അടുത്ത ജന്മത്തിൽ സുഖമായിട്ട് അയക്കൂറിയും ആകോലിയും കൂട്ടി ചോറ് തിന്നാ. ഇപ്പൊ ആനക്ക് മതി എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരിക്കും. അല്ല മാഷെ, അടുത്ത ജന്മം ഇല്ല എന്നാ പറയുന്നു മാഷെ. ഇതുവരെ ഒരു പള്ളിയിൽ അച്ഛനും ഉസ്താദും സ്വാമിയും മരിച്ചിട്ട് ആടെ പോയിട്ട് ഈടെ ഇങ്ങനെയാന്ന് വാട്സപ്പിൽ അയച്ചു തന്നെ നമുക്ക്. ആരാപ്പ ഈ വാട്സപ്പിൽ നോക്കല്? ഞാനൊന്നും നോക്കലൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഇതുവരെ ഒരാൾക്ക് ഒരു പിടിയുമില്ല. അപ്പൊ ഈ ഊഹം വെച്ച് അടിച്ചു വിടുന്ന മാഷെ? ഈടെ ഊഹം വെച്ച് അടിച്ചു വിടുന്ന. ആകാശത്ത് അത്ര നക്ഷത്രം ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? അല്ല മാഷെ, നക്ഷത്രം എണ്ണാൻ പറ്റുവാ? 48,23,23,412 നക്ഷത്രമുണ്ട്. എത്രയാണ് മാഷെ? 48,23,23,412 നക്ഷത്രമുണ്ട്. കൃത്യം എല്ലാം ഗണ്ണിക്കോ. ഈ വയസ്സുകാലത്ത് എണ്ണാനൊന്നും ആവില്ല മാഷെ. ആർക്ക് എണ്ണാൻ പറ്റൂ?
അപ്പൊ മാഷും വെറുതെ പറഞ്ഞാന്നല്ലേ? അതുകൊണ്ട് എന്തും പറയാലോ. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഒരു പിടിയും ഇന്നോളം ആർക്കും പിടികിട്ടിയില്ല. ഓഹോ, അങ്ങനെയാണല്ലേ. അതുകൊണ്ട് അവിടെ സ്വർഗം, അവിടെ ജന്നത്തുൽ ഫിർദൗസ്, അവിടെ പിന്നെ പറുദീസയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇരുന്നവരാ. അപ്പൊ ഇവിടുന്ന് പറഞ്ഞല്ലേ? അപ്പൊ പോയവരൊന്നും പറഞ്ഞിട്ടില്ല. അയ്യോ, ഇതെല്ലാം വെറുതെ അടിച്ചു വിടുന്ന ഓരോ സംഗതി അല്ലേ മാഷേ? ഇവിടുന്ന് പറഞ്ഞ പോയവരൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് പറഞ്ഞ അല്ല, മാഷ പറയുന്നതെല്ലാം കേട്ടിട്ടില്ലേ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തപ്പാ. ശരി, ഞാൻ വരുന്നേ, പിന്നെ കാണാം കേട്ടാ.